ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ നേടിയിരിക്കുന്ന ഒരു വാർത്തയാണ് നിപ്പ വൈറസിന്റെ വ്യാപനം. നമസ്കാരം, ഞാൻ ഡോക്ടർ ലിൻജു, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് മൈക്രോബയോളജി, ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. കോവിഡ് മഹാമാരിക്ക് മുൻപ് തന്നെ നമ്മുടെ സംസ്ഥാനത്തെ മുൾമുനയിൽ നിർത്തിയ ഒരു വൈറസായിരുന്നു നിപ്പ വൈറസ്. 2018 കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായിരുന്നു നിപ്പ വൈറസിന്റെ വ്യാപനം രേഖപ്പെടുത്തിയിരുന്നത്. അന്ന് ഈ വൈറസിന്റെ വ്യാപനം നല്ല രീതിയിൽ തന്നെ നിയന്ത്രണത്തിൽ വരുത്താൻ കഴിഞ്ഞെങ്കിലും അന്നു മുതൽ ഇന്ന് വരെ എല്ലാ വർഷവും കൃത്യമായി പറഞ്ഞാൽ 7 പ്രാവശ്യം ഈ വൈറസ് മൂലമുള്ള രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിപ്പ വൈറസ് രോഗബാധ ഒരു സൂണോട്ടിക് ഇൻഫെക്ഷൻ അഥവാ ജന്തുജന്യ രോഗം, അതായത് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരിലേക്ക് പകരുന്ന ഒരു അണുബാധയാണ്. പഴന്തീനി വവ്വാലുകളാണ് നിപ്പ വൈറസിന്റെ പ്രധാന സ്രോതസ്സായി പഠനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വവ്വാലുകളിൽ ഈ വൈറസ് മൂലം രോഗം കാണപ്പെടാറില്ല. എന്നാൽ അവരുടെ സ്രവങ്ങളിലൂടെയും വിസർജ്യങ്ങളിലൂടെയും ഈ വൈറസിനെ വവ്വാൽ പുറത്തേക്ക് വിടാറുണ്ട്. വവ്വാൽ കടിച്ച പഴങ്ങൾ ഭക്ഷിക്കുകയോ അവരുപയോഗിച്ച പാനീയങ്ങൾ, അതായത് തെങ്ങുകൾ, പനങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെയും മനുഷ്യരിലേക്ക് ഈ അണുബാധ പകരാം. വവ്വാലുകളിൽ നിന്നും രോഗമുണ്ടാവുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുന്നതിലൂടെയും മനുഷ്യർക്ക് ഈ അസുഖം വരാം. വൈറസ് ബാധിച്ച രോഗിക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടായതിനു ശേഷം അവരുമായി സമ്പർക്കത്തിൽ വരുന്ന മനുഷ്യർക്കും രോഗം പടരാം. നിപ്പ വൈറസിന്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? നിപ്പ വൈറസ് ഒരു വ്യക്തിയിൽ പ്രവേശിച്ചതിനു ശേഷം 4 മുതൽ 14 ദിവസത്തിന് ശേഷമാണ് രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത്. ഈ സമയത്തെയാണ് വൈറസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇത് 21 ദിവസം വരെയിൽ നീളാം. പനി, തലവേദന, ക്ഷീണം, ഛർദി, മേലുവേദന എന്നിവയാണ് തുടക്കത്തിൽ കാണുന്ന ലക്ഷണങ്ങൾ. പിന്നീട് രോഗം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തലച്ചോറിനെ ബാധിച്ച് അബോധാവസ്ഥയിലാവുക, ജന്നി തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. ചിലവരിൽ നിപ്പ വൈറസ് ശ്വാസകോശത്തെ ബാധിച്ച് ചുമ, ശ്വാസതടസ്സം എന്നീ ലക്ഷണങ്ങളും കാണപ്പെടാറുണ്ട്. രോഗം മൂർച്ഛിക്കുന്നതിലൂടെ രോഗി അബോധാവസ്ഥയിലാവുകയും തുടർന്ന് മരണം വരെയും സംഭവിക്കാം. മരണനിരക്ക് നിപ്പ വൈറസ് മൂലം രേഖപ്പെടുത്തിയിരിക്കുന്നത് 60 മുതൽ 70% വരെയാണ്. നിപ്പ വൈറസ് രോഗബാധയെ സ്ഥിരീകരിക്കാനായി നിലവിൽ RT-PCR പോലുള്ള ടെസ്റ്റുകൾ ഉണ്ട്. രോഗിയുടെ മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്ന് എടുത്തുവിടുന്ന സ്രവങ്ങൾ ഉപയോഗിച്ചോ രക്തം, മൂത്രം അഥവാ നട്ടലിൽ നിന്ന് എടുത്തുവിടുന്ന സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉപയോഗിച്ചോ ടെസ്റ്റ് ചെയ്ത് രോഗബാധ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കാം. നിപ്പ വൈറസ് രോഗബാധയ്ക്കെതിരായി പ്രത്യേകമായ ആന്റിവൈറൽ മരുന്നോ വാക്സിനോ നിലവിൽ ലഭ്യമല്ല. രോഗലക്ഷണങ്ങളെ ചികിത്സിക്കുക എന്നതാണ് നിലവിലെ ചികിത്സാ രീതി. ആന്റിവൈറൽ മരുന്നുകളും ചില വൈറസിനെതിരായുള്ള മോണോക്ലോണൽ ആന്റിബോഡിയും ചികിത്സയ്ക്കായി ഉപയോഗിക്കാറുണ്ട്. നിപ്പ വൈറസ് രോഗബാധയെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തരണം ചെയ്യാൻ പറ്റും. സാമൂഹിക അകലം പാലിക്കുക, മിനിമം 1 മീറ്റർ ഡിസ്റ്റൻസ് എങ്കിലും മറ്റുള്ളവരായി പാലിക്കാൻ ശ്രദ്ധിക്കുക, കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് വൃത്തിയായി കഴുകുക, പ്രത്യേകിച്ച് രോഗികളെ പരിചരിച്ചതിനു ശേഷവും അതുപോലെ രോഗമുള്ള മൃഗങ്ങളെ പരിചരിച്ചതിനു ശേഷവും കൈകൾ സോപ്പും വെള്ളം ഉപയോഗിച്ച് വൃത്തിയായി കഴുകാൻ ശ്രദ്ധിക്കുക. പുറത്തു പോകുമ്പോൾ മാസ്ക് ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തിരക്കുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോഴോ അഥവാ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ മാസ്ക് ഉപയോഗിക്കാനും അതുപോലെ കൈകൾ വൃത്തിയായി സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോസ്പിറ്റൽ സന്ദർശനങ്ങൾ കഴിവതും ഒഴിവാക്കുക. താഴെ വീണ് കിടക്കുന്ന പഴങ്ങൾ അഥവാ പാനീയങ്ങൾ, അത് വവ്വാൽ മൂലം മലിനമാകാൻ സാധ്യതയുള്ള പാനീയങ്ങൾ കഴിവതും ഈ സമയങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. രോഗം സ്ഥിരീകരിച്ചിട്ടുള്ള ഒരാളുമായി സമ്പർക്കമുണ്ടായാൽ അത് ഉടനെ ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കുകയും അവർ പറഞ്ഞിട്ടുള്ള പ്രകാരമുള്ള നിർദ്ദേശങ്ങൾ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ക്വാറന്റൈൻ ഇരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ക്വാറന്റൈനിൽ ഇരിക്കലേ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഉടനെ ഡോക്ടറെ സമീപിച്ച് വേണ്ട വിധത്തിലുള്ള ചികിത്സ തേടേണ്ടതാണ്. കോവിഡിനെ തരണം ചെയ്തതുപോലെ തന്നെ നിപ്പ വൈറസ് രോഗബാധയെയും ജാഗ്രതയോടെ നമുക്ക് തരണം ചെയ്യാം. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി.